90 വയസ്സ് വരെ സ്വസ്ഥമായി ശാന്തമായി ജീവിക്കാനും അത് കഴിഞ്ഞ് കട്ടിലിൽ കിടന്ന് മരിക്കാനൊന്നും നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറില്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകാൻ നിർബന്ധിതമായ മതപരിവർത്തനം ആര് നടത്തിയാലും തെറ്റാണ്. ഇനി ഞങ്ങളുടെ സേവനങ്ങളിലൂടെ, ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ ആർക്കെങ്കിലും ഞങ്ങൾ പ്രഘോഷിക്കുന്ന യേശുവിനെ അവർ സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസം ഞങ്ങൾ വിശ്വസിക്കുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറുമല്ല. രാഷ്ട്രീയവും മതവും കൂട്ടിക്കുഴയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസത്തിനനുസരിച്ച്, ഞങ്ങളുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. ഞാൻ പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്ന പാർട്ടിയോ ഏതോ ആകട്ടെ, അവരോട് നമ്മൾ കാണിക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട്. അതാരും വന്നാലും, അത് ഏതൊരുവനും നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കും. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മനസാക്ഷിയെ ഏറ്റവും അധികം ഉലച്ചത് ഛത്തീസ്ഗഡിലെ 2 മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റും അവരുടെ ജയിൽവാസവും ഒക്കെ ആയിരുന്നു. 9 ദിവസമാണ് മനുഷ്യാവകാശം അപ്പാടെ ലംഘിച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് സംഘപരിവാറിൻ്റെ അജണ്ട അവിടെ നടപ്പിലാക്കിയത്. അതിനെതിരെ കേരളത്തിൽ മതനിരപേക്ഷ മനസ്സുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി തെരുവിൽ ഇറങ്ങി. ആ പ്രതിഷേധങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ഇരിങ്ങാലക്കുട രൂപതയായിരുന്നു. ആ രൂപതയുടെ വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ഫാദർ. താങ്ക് യു ഫാദറെ. മതനിരപേക്ഷ മനസ്സുള്ള ഒരു ജനതയാണ് നമ്മൾ ഭാരതീയർ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഭരണഘടന തന്നെ ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഒരു വിശ്വാസത്തിലും പോകാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും കൽപ്പിച്ചു നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ മൈനോറിറ്റീസിന് നേരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ. 2024 തന്നെ ഏകദേശം 224 അതിക്രമങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെ തന്നെ. ഒരുപക്ഷെ അതൊരു എക്സെപ്ഷൻ കേരളം മാത്രമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടുള്ളത്. ഛത്തീസ്ഗഡിലെ ആ വിഷയത്തെ ഫാദർ ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ നോക്കിക്കാണും? ആദ്യമേ തന്നെ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്ന മംഗളം ചാനലിന് പ്രത്യേകമായുള്ള അഭിനന്ദനം ഞാൻ നൽകുകയാണ്. ശ്യാം പറഞ്ഞതുപോലെ ഇരിഞ്ഞാലക്കുട രൂപത ഈ ഒരു വിഷയത്തെ കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങളും രൂപതകളും കൈകാര്യം ചെയ്തതുപോലെ തന്നെയാണ് ഇരിഞ്ഞാലക്കുട രൂപതയും കൈകാര്യം ചെയ്തത്. എന്നാൽ ഒരു പക്ഷേ ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരായ സിസ്റ്റർ പ്രീതി മേരിക്കും വന്ദന ഫ്രാൻസിസിനും ജാമ്യം ലഭിച്ചതിന് ശേഷം ഈ ഒരു പ്രതിഷേധം ശക്തമായി ഞങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ പേരിലായിരിക്കാം അത് മാധ്യമങ്ങൾ ഇത്രയേറെ ചർച്ച ചെയ്തത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സമാനമായ വിഷയങ്ങളിൽ ഇരിഞ്ഞാലക്കുട രൂപത എപ്പോഴും തന്നെ കൃത്യമായിട്ടുള്ള നിലപാടുകളും ശക്തമായിട്ടുള്ള ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഇവിടുത്തെ ഈ ഒരു സംഭവം ശ്യാം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 1950 ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയപ്പോൾ ഇന്ത്യയെ വിഭാവനം ചെയ്ത അന്നത്തെ നമ്മുടെ പിതാമഹന്മാർ, പ്രത്യേകിച്ച് ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയ അംബേദ്കർ അടക്കമുള്ള ശില്പികൾ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായിട്ട് ഇതൊരു മതരാജ്യമായിട്ടല്ല ഒരു മതേതര രാജ്യമായിട്ടാണ് എന്ന് ഡിഫൈൻ ചെയ്തെന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗത്തിനും ന്യൂനപക്ഷ വിഭാഗത്തിനും ഒരുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടെ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകണമെന്നുള്ള അവരുടെ സ്വപ്നമാണ്. ഇവിടെ നമുക്കറിയാം, കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 79% ഹൈന്ദവ വിശ്വാസികൾ ഇവിടെയുണ്ട്. 14% ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ. ക്രൈസ്തവരാകട്ടെ ഇവിടെ കേവലം 2.3% മാത്രമേ ഉള്ളൂ. വളരെ മൈനോറിറ്റിയാണ്. അതിന് താഴെയാണ് മറ്റുള്ള സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പം അന്ന് വളരെ കൃത്യമായിട്ട് നമ്മളോടൊക്കെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ നമുക്ക് നൽകിയിരുന്നൊരു സ്വാതന്ത്ര്യം മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കാൻ, സഞ്ചരിക്കാൻ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, ആ വിശ്വാസം പ്രഘോഷിക്കാൻ, പ്രചരിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇതാരുടെ ഔദാര്യമൊന്നുമല്ല.
എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടുത്തെ ക്രൈസ്തവ ജനത ആസൂത്രിതമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമായിട്ടല്ല ഞങ്ങൾ കാണുക. ഞാൻ കുറച്ച് കണക്കുകളൊക്കെ നമ്മളൊന്ന് പുറകിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ 1990-കളിലെ 92-ലൊക്കെ ഉള്ള ഒരു രഥയാത്രയൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അദ്വാനിയുടെ രഥയാത്രയുണ്ട്. ആ രഥയാത്രയുടെ പരിണിത ഫലം എന്തായിരുന്നു? ഇവിടുത്തെ മതേതരത്തിന് ഏറ്റവും വലിയ മുറിവായിരുന്നല്ലോ അയോധ്യ. ആ ഒരു സംഭവം അത് ഇവിടുത്തെ ഭാരതീയരായ എല്ലാവരുടെയും മനസ്സിലിട്ട വലിയൊരു മുറിവായിരുന്നു. അത് അവിടെ ഒരു തുടക്കം മാത്രമായിരുന്നു. അതിലൂടെ തുടങ്ങിയിട്ട് പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത് നമുക്കറിയാം. 95-ലാണ് സിസ്റ്റർ റാണി മരിയ അത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് വധിക്കപ്പെടുന്നത്. വധിച്ചതാരാണ്? ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെ ആയിരുന്നു എന്നുള്ളത് അന്ന് കൃത്യമായിട്ടത് പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ജനതയ്ക്കും സമൂഹത്തിനൊക്കെ അവിടുത്തെ ലോക്കലായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടാകണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഇവിടുത്തേതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളാണെന്ന്. പക്ഷേ അവിടെയുള്ള ആദിവാസികൾക്കും അവിടെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ട്രൈബ് ഈ വിഭാഗങ്ങളിൽ പെടുന്നവർക്കൊക്കെ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുകയും തൊഴിലിൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും അവർക്ക് അവരുടെ പൗരാവകാശത്തിനനുസൃതമാകുന്ന രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഇടത്താണ് അന്ന് സിസ്റ്റർ റാണി മരിയെ പോലെയുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ ഒരു പ്രവർത്തന ശൈലി കൊണ്ട് അവിടെയുള്ള മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിഘ്നം സംഭവിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കൂലി കൊടുക്കേണ്ട നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ഈ ജനം അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഇങ്ങനെയുള്ള മിഷണറിമാർ വരികയൊക്കെ ചെയ്തതായിരിക്കണം അന്ന് സിസ്റ്റർ റാണി മരിയയെ അതിക്രൂരമായ രീതിയിൽ വധിക്കാനായുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അവിടെ തീർന്നൊറ്റപ്പെട്ട സംഭവം അല്ലായിരുന്നല്ലോ. പിന്നീട് നമ്മൾ കാണും 99-ലാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഗ്രഹാം സ്റ്റൈൻസിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും അതിക്രൂരമായ രീതിയിൽ വാഹനത്തിലിട്ട് ചുട്ടുകൊന്നതിൻ്റെ പുറകിലും ആരായിരുന്നു? ഈ വർഗീയ സംഘടനകളല്ലേ ആയിരുന്നു. അന്നും ഇവിടെ ഈ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ഥലങ്ങളും സാഹചര്യങ്ങളും അത് ഭാരതത്തിൽ എവിടെയായാലും ലോകത്തിൽ എവിടെയായാലും മനസാക്ഷിയുള്ള മനുഷ്യൻ അവൻ്റെ കടമയാണ് അത്തരത്തിൽ പ്രതികരിക്കേണ്ടത്. അന്നും നമ്മുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അതിൻ്റെയും പുറകിൽ ആരായിരുന്നു? ഈ പറയുന്ന സംഘപരിവാർ പോലെയുള്ള പല പേരുകളിലാണ് അറിയപ്പെടുക. ഈ ഭൂരിപക്ഷ വർഗീയതയുടെ പോഷക സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അവർ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ഇവരെയൊക്കെ അതിക്രൂരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 99 കഴിഞ്ഞു. പിന്നീട് വരുമ്പോഴും നമ്മൾ കാണുന്നത് സംഘടിതമായ രീതിയിലുള്ള ഗോദ്ര സംഭവം നമുക്കൊക്കെ അറിയാം അല്ലേ. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു നമുക്കൊക്കെ അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന നേതൃത്വത്തിൻ്റെതായുള്ള സാഹചര്യങ്ങളും ജസ്റ്റിസ് ലോയയുടെ അതുപോലെയുള്ള കുറേയേറെ പ്രവർത്തകരുടെ പെട്ടെന്നുള്ള തിരോധാനവും മരണവും ഒക്കെ കൊലപാതകങ്ങളൊക്കെ നമുക്കറിയാം. കാണ്ടമാലിൽ എന്താ സംഭവിച്ചത് 2007-2008 കാലഘട്ടത്തിൽ? അത് ഇപ്പോൾ അതിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പലരും പറയുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ ആൻഡ്രു അക്കരയുടെ വളരെ സുന്ദരമായ പുസ്തകമുണ്ടല്ലോ, അവിടെ പോയി കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് 10-14 പ്രാവശ്യം അവിടെ പോയി അവിടെയുള്ള മനുഷ്യരെ കണ്ട് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു മതവുമായി ബന്ധപ്പെട്ട് അത് ആസൂത്രിതമായ രീതിയിൽ ഈ പ്രവർത്തകർ തന്നെ ചെയ്ത മതത്തെ അത് ക്രൈസ്തവരുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് പിന്നെ അവിടെയുള്ള ദേവാലയങ്ങളും അവിടെയുള്ള വിശ്വാസികളൊക്കെ ആസൂത്രിതമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടില്ലേ. ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ധാർമ്മിക രോഷം ഉണരുന്നുണ്ട്. അതിന് നമുക്കൊരിക്കലും മറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. പിന്നീടാണ് നമുക്കറിയാം 2014 മുതൽ BJP അധികാരത്തിൽ വരുന്നത്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആ വർഷം തന്നെ എത്രമാത്രം കേസുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം വളരെ കൃത്യമായിട്ട് കണക്കുകൾ നൽകുന്നുണ്ട്. ഇത് വെറുതെ കെട്ടിച്ചമച്ച കണക്കുകളൊന്നുമല്ല, പരിശോധിക്കാമല്ലോ. 2014 മാത്രം 127 ഇൻസിഡൻസ് ഉണ്ടായിരുന്നു ക്രൈസ്തവർക്കെതിരെ. 2015 എത്തിയപ്പോൾ 142 ആയി. 2016 വന്നപ്പോൾ 226 ആയി.
പിന്നീടാണ് നേരത്തെ ശ്യാം പറഞ്ഞ പോലെ 2024 വരുമ്പോൾ 834 എല്ലാ വർഷവും ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസിങ് ആണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ വർഷം ചെല്ലും തോറും മൊത്തം ഈ 2014 മുതൽ 2025 വരെയുള്ള കേസുകൾ നോക്കുന്ന 4694 ഇൻസിഡൻസ് ഉണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലേ എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള ക്രൈസ്തവർക്ക് ജീവിക്കണം. മണിപ്പൂർ വിഷയം ഒന്നുണ്ടായി, ഞാൻ അതിലേക്ക് വരാൻ ഇരിക്കുകയായിരുന്നു. മണിപ്പൂർ വിഷയത്തിൽ അന്ന് ഞങ്ങളുടെ രൂപതയുടെ ശക്തമായ പ്രതിഷേധമുണ്ടായി. ചാലക്കുടി പുഴ മുതൽ കുറുമാലിപ്പുഴ വരെയുള്ള ഹൈവേയുടെ ഒരു വശത്ത് ഞങ്ങളുടെ വിശ്വാസികൾ അണിനിരന്നുകൊണ്ട് ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഞങ്ങൾ അറിയും. മനുഷ്യച്ചങ്ങനെ ഞങ്ങൾ തീർത്തായിരുന്നു. ഞങ്ങൾ അന്നും പറയാൻ ആഗ്രഹിച്ചത്, ഈ ജനത, ഞങ്ങളാരും അങ്ങനെ ക്രൈസ്തവ ജനത പ്രത്യേകിച്ച് ഞങ്ങളുടേതായ ഒരു ശാന്തതയും സൗമ്യതയും സുവിശേഷ സന്ദേശം ഞങ്ങൾക്ക് നൽകുന്ന ആ ഒരു പ്രബോധനമനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാരണത്തെ അടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാനായിട്ട് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളതിന് തയ്യാറുമാണ്. പക്ഷേ അകാരണമായിട്ടാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം എന്ന് തന്നെയാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അല്ലേ, നീ എന്തിനാണ് എന്നെ അടിച്ചത്? അല്ലെ, പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് നമ്മൾ കാണുന്ന ക്രിസ്തുവിൻ്റെ ഒരു രംഗമുണ്ട്. അത് തന്നെ ഞങ്ങളും ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ഒരു ക്രൈസ്തവ ആക്രമണം അത് നടക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അധികാരികൾ അതിന് നിശബ്ദത പാലിക്കുന്നതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഇവിടെ ഈ രണ്ട് സിസ്റ്റേഴ്സ്, സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? ആദിവാസികളായിട്ടുള്ള 3 കുട്ടികളെ, അത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെയുള്ള നാരായൺപൂർ എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് ഈ പിള്ളേരെ, അതിലൊരു മകളുടെ സഹോദരൻ അവരെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അവരെ പറഞ്ഞയക്കാൻ ആഗ്രഹിച്ചത് എവിടേക്കാണ്? ആഗ്രയിലേക്കാണ്. അവിടെയുള്ള ക്ലിനിക്കിലും കോൺവെൻറ്റിലൊക്കെ അവർക്ക് ജോലി കിട്ടുന്നു. ഇവിടെ തുച്ഛമായ വേതനവും കാര്യമായിട്ടുള്ള ജോലിയുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഈ മക്കള് അവർ പിന്നീട് പങ്കുവെച്ചല്ലോ, ഞങ്ങളെ ആരും നിർബന്ധിച്ചിട്ടല്ല, ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടെ ഞങ്ങൾ സ്വതന്ത്ര താല്പര്യപ്രകാരം ഇവരുടെ കൂടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. അല്ല, പക്ഷെ അവിടുത്തെ പോലീസ് അല്ല അവരെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതായത് അവിടെ റെയിൽവേയിലെ ഉദ്യോഗസ്ഥന് അവരെ ആദ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു പെനൽറ്റി കൊടുക്കാം, ഫൈൻ കൊടുക്കാം. ഓക്കെ, ടിക്കറ്റ് ഇല്ലാതെ നിങ്ങളകത്ത് കയറി, നിങ്ങൾക്ക് ഇത്രയും ഫൈൻ. അതിന് പകരം അദ്ദേഹത്തിൻ്റെ വക്രബുദ്ധിയായിരുന്നു അവിടെയുള്ള ബജ്രംഗദൾ പ്രവർത്തകരെ വിളിച്ചറിയിക്കുന്നു. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ ബജ്രംഗദൾ പ്രവർത്തകർ വരുന്നു. അവരവിടെ ഒരാൾക്കൂട്ട വിചാരണ ചെയ്യുന്നു. ആ ജനക്കൂട്ട വിചാരണയുടെ മധ്യേ അവരുടെ റെയിൽവേ പോലീസ് അവരുടെ രംഗത്തേക്ക് ഇടപെടുന്നു. റെയിൽവേ പോലീസ് നോക്കി നിൽക്കലെ ഇവരെ ആക്രമിക്കുന്നു, ആ പയ്യനെ അടിക്കുന്നു. സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, നിങ്ങളൊരു അക്ഷരം മിണ്ടാൻ പാടില്ല, നിങ്ങൾ മൂങ്ങയെപ്പോലെ ഇരുന്നുകൊള്ളണം. അവരെ ആ രീതിയിൽ ഭീതിപ്പെടുത്തുകയും ഭേദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് ഈ സ്വതന്ത്ര ഭാരതത്തിലാണ്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മാത്രമല്ല, എന്നിട്ട് അവര് ഈ 2 പേർക്കെതിരെ ചാർത്തിയ കുറ്റം എന്തായിരുന്നു? മനുഷ്യക്കടത്തും മതപരിവർത്തനവും. ഈ സ്വതന്ത്ര ഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ളതിനെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടെ റെയിൽവേയിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിനെ മനുഷ്യക്കടത്തണം. ഏത് മനുഷ്യനെയാണ് കടത്തിയത്? ഒരു ഇല്ലീഗൽ ട്രാഫിക്കിംഗ് ഏതെങ്കിലും തരത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ? പ്രായപൂർത്തിയാകാത്ത ആളുകളെയാണ് അവർ കൊണ്ടുപോയത്? ഒരിക്കലും അല്ലല്ലോ. അല്ല, അവരുടെ മാതാപിതാക്കളുടെ കൺസേണോട് കൂടിയാണ്. തീർച്ചയായിട്ടും ആ രേഖകൾ പോലും പരിശോധിക്കാൻ അവർ തയ്യാറാകാതെ അവർ FIR ഇട്ടില്ലേ? അല്ല, അവര് ക്രിസ്ത്യൻ വിശ്വാസികളാണോ എന്ന് പോലും ഒന്ന് അത് ചെയ്തില്ല. അവർ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ല. അവരെ ഭീഷണിപ്പെടുത്തി, അവരെ അകാരണമായിട്ട് ഭയപ്പെടുത്തിയിട്ടാണ് ആ FIR അവർ തയ്യാറാക്കിയത്. അതിനുശേഷം ഈ 2 സഹോദരിമാരെ നേരെ അവര് ജയിലിലേക്ക് അയക്കുക. നോക്കണേ, ഒരു കുറ്റം ചെയ്യാതെ വർഷങ്ങളോളമായിട്ട് ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ സേവനം ചെയ്യുന്ന
പല കോൺഗ്രിഗേഷൻസ് ഉണ്ട്, പല സമൂഹങ്ങളുണ്ട്. അതിൽ ASMI, അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന കോൺഗ്രിഗേഷൻ, അവർ നമ്മുടെ കേരളത്തിൽ ചേർത്തലയ്ക്കടുത്ത് മതിലകം എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിച്ച ഒരു കോൺഗ്രിഗേഷൻ. ക്യാൻസർ മാത്രമല്ല, അവിടുത്തെ തുടക്കം ആ ജോസഫ്, ധന്യനായ ജോസഫ് അച്ഛൻ ഈ കോൺഗ്രിഗേഷൻ തുടങ്ങുന്നതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവർക്കറിയാം. ഈ ചേർത്തലയിലെ ആ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കുഷ്ഠരോഗികളെയും മാറാരോഗികളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് തള്ളിയിരുന്ന ഒരു പ്രദേശത്ത് അങ്ങനെയുള്ള മനുഷ്യരെ ശുശ്രൂഷിച്ച് അവരെ മുറിവുകൾ വെച്ച് കെട്ടി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇനി മരിക്കുകയാണെങ്കിൽ തന്നെ അഭിമാനബോധത്തോടെ മരിക്കാനും സഹായിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ആ ദൗത്യം തുടരാനായിട്ട് തുടങ്ങി വെച്ച ആ ഒരു സന്യാസിനി സമൂഹമാണ് ASMI സിസ്റ്റേഴ്സ്. ആ പ്രദേശം, അന്നത്തെ ആ പ്രദേശം, അവിടുത്തെ ആ പച്ചപ്പ് കണ്ട് പിന്നീട് അതിൻ്റെ ആ തരളിമ കണ്ട് ആ ജനങ്ങൾ അവർക്ക് ചാർത്തിക്കൊടുത്ത പേരാണ് ഗ്രീൻ ഗാർഡൻസ്. ഈ ഗ്രീൻ ഗാർഡൻസ് സിസ്റ്റേഴ്സ്, മിഷണറിമാര്, അവര് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് ഇത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന മാറാരോഗികളായിട്ടുള്ള മനുഷ്യരെ എടുത്ത് ചെന്നിട്ട് അവരെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് ആവശ്യമായ മരുന്ന് കൊടുക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, സാമൂഹ്യ സേവന മേഖലകളിലൂടെ അവരുടെ മതം മാറ്റാനല്ല, അവർക്ക് അർഹമായ മാന്യത നൽകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് അവിടെ ആ രീതിയിൽ അവരെ ജയിലിലടച്ചത്. ജയിലിലടച്ചു. 52 കുറ്റവാളികൾക്കൊപ്പം ഈ 2 സഹോദരിമാർ 9 ദിവസം ജയിലിൽ കിടന്നു. ആദ്യം അത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തുന്നു. മജിസ്ട്രേറ്റ് കോടതി അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഇത് സെഷൻസ് കോടതിയാണ് അവർക്ക് ജാമ്യം അനുവദിക്കേണ്ടത്. കാരണം അതിനുള്ള വകുപ്പുകളാണ് ചാർത്തിയിരിക്കുന്നത്. സെഷൻസ് കോടതി അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ, അയ്യോ ഇത് ഞങ്ങളുടെ പരിധിയിൽപ്പെടുന്നതല്ല, ഇത് NIAക്ക് വിടണം. ഏത് ദേശീയ കുറ്റവാളികൾ അതവർ നടത്തിയ വലിയ രാജ്യത്തിനെതിരെ ചെയ്ത കുറ്റമായിട്ട് പരിഗണിച്ചുകൊണ്ട് NIA ആണ്. അപ്പോഴാണ് ഇവിടുത്തെ ജനം ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ പാർട്ടി നേതൃത്വം വെട്ടിലായി. BJP മാത്രമല്ല, മറ്റ് കോൺഗ്രസും CPM ഇടത് വലത് സംഘടനകളെല്ലാവരും തന്നെ ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നു. നമ്മുടെ MP മാരെല്ലാവരും അവിടെ ചെന്നിരുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ 4694 കേസുകളിൽ പല കേസുകളും പല സ്ഥലത്ത് നടക്കുമ്പോൾ എത്രയോ പാസ്റ്റർമാർ ഇപ്പോഴും അകാരണമായി ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ കുറ്റങ്ങളൊക്കെ ആരോപിച്ചിട്ട് ആരും അവരെ രക്ഷിക്കാൻ ചെന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നുണ്ടാകുക. രാജസ്ഥാനിലെ ഒരു മലയാളി പാസ്റ്റർക്ക് എത്ര ക്രൂരമായ മർദ്ദനവും പീഡനവുമായിട്ട് ജയിലിൽ കിടക്കുന്നു. ഇത് സ്ഥിരമായിട്ട് ആവർത്തിക്കും. 2014 മുതൽ നമ്മൾ കണ്ടുവരുന്നത്, ഞാൻ ആ സമയത്ത് കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ POCയിൽ സേവനം ചെയ്യുന്ന സമയമാണ്. ആദ്യത്തെ വർഷം തന്നെ 2014 ഈ മിനിസ്ട്രി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വർഷം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അന്ന് നമ്മുടെ ക്രിസ്മസ് ആഘോഷം, ഇവിടുത്തെ ക്രൈസ്തവർക്ക് ഒരു ക്രിസ്മസ് ആശംസ നൽകാൻ പോലും തയ്യാറായില്ല. മാത്രമല്ല, ക്രിസ്മസ് എന്നുള്ളത് മാറ്റിയിട്ട് അത് വാജ്പേയിയുടെ ജന്മദിനമാണ്, സദ്ഭാവന ദിനമായിട്ട് ആഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. പിന്നീടാണ് ഇവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മെത്രാന്മാരെ വിളിച്ച് കേക്ക് മുറിക്കാനും അല്ലെങ്കിൽ അരമനകൾ തോറും മധുരം വിതരണം ചെയ്യാനും കാർഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ വന്നു തുടങ്ങിയത്. അത് തനി പൊളിറ്റിക്കൽ അജണ്ടയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഴുന്നവരല്ല നമ്മൾ. ഇനി ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും ഒക്കെ പറഞ്ഞു, അമിത്ഷാ പറഞ്ഞു, മോദി പറഞ്ഞു, അതുകൊണ്ട് ജാമ്യം അനുവദിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതി എവിടെ പോയി? ഇവിടുത്തെ നിയമം എവിടെയാണ്? ഇങ്ങനെ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞാൽ അനുവദിക്കത്തക്കതാണോ നമ്മുടെ ഇവിടുത്തെ ജാമ്യം? ഇനി ഇവർ ജാമ്യം അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്ത കുറ്റം എന്തായിരുന്നു? അപ്പൊ ഈ കുറ്റത്തിന് പ്രേരിപ്പിച്ചത് ആരാണ്? ഞാൻ ജാമ്യം അനുവദിച്ചതിന് ഇവരുടെ ആരെയും പങ്കാളിത്തം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഈ രാജ്യത്തിന് ഒരു നിയമ സംവിധാനമുണ്ട്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, പാർലമെന്റ്. ഇത് നമുക്കറിയാം, ജനാധിപത്യത്തിന്റെ 3 തൂണുകളാണ്. മാധ്യമം 4ാമത്തെ തൂണുമാണ്. ഇതെല്ലാവരും കൂടി ഒറ്റ കോക്കസിലേക്ക് വന്ന് ഞങ്ങൾ പറയുന്നതാണ് നിയമം, ഞങ്ങൾ പറയുന്നതാണ് ഭരണഘടന, ഞങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ മാറ്റും എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ വരുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടകരമായൊരു സൂചനയാണ്. ഫാദർ, അതേപോലെ ഞാൻ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പേ നമ്മൾ പറഞ്ഞു വെച്ചല്ലോ,
കേരളത്തിലെ മലയാളികളായിട്ടുള്ള 2 സഹോദരിമാർ, കന്യാസ്ത്രീകൾ, അവർ ഈ ഒരു വലിയ തോതിലൊരു കുഴപ്പത്തിൽ ചാടിയപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ BJP നേതൃത്വം വെട്ടിലായി, സംശയമൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ക്രൈസ്തവ സഭകളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങളോട് അടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറേയേറെ ക്രിസ്ത്യൻ മുഖങ്ങളെ, അതായത് ഒന്ന് അനൂപ് ആൻ്റണി, ജോർജ് കുര്യൻ, അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകനായിട്ടുള്ള, അതേപോലെ തന്നെ PC ജോർജ്, മകൻ ഷോൺ ജോർജ്, അങ്ങനെ പല പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവ മുഖങ്ങളെ ഇങ്ങനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ പൊളിറ്റിക്കലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നത്. അവർക്ക് വലിയ തരത്തിൽ അത് ഫാദർ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ്. പക്ഷെ ആത്യന്തികമായിട്ട് ഇവരുടെ ആട്ടും തോലിട്ട ചെന്നായാണ് ഇവർ സംഘപരിവാർ അജണ്ടയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണല്ലോ. കാരണം കഴിഞ്ഞ ദിവസം അവിടെ സർവകക്ഷി സംഘം നമ്മുടെ ചെന്നു. പക്ഷേ അവരോടൊന്നും സഹകരിക്കാതെ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവരുടെ BJPയുടെ ഒരാളുകൾ പോന്നു. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോൺ ബ്രിട്ടാസ് MP പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം എടുത്തെടുത്തോരോ നേതാക്കളോട് ചോദിക്കുകയാണ്, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ആളുകളോട്, നിങ്ങൾ പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലല്ലേ? അടുത്ത മിനിസ്റ്ററോട് ചോദിക്കുകയാണ്, നിങ്ങൾ പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലല്ലേ? അപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരമുണ്ട്. ഞാൻ പഠിച്ച ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ്. അഭിമാനത്തോടു കൂടി എനിക്ക് പറയാം, വളരെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകനാകാൻ സാധിച്ചത്. പക്ഷേ BJP ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു പ്രൈമറി സ്കൂൾ പോലും ഇല്ല സർക്കാർ സംവിധാനത്തിൽ. അങ്ങനെ അവിടെ ഈ സേവന തൽപരരായി അവിടെത്തി അവർക്ക് വിദ്യാഭ്യാസം, അറിവ് പകർന്നു നൽകുന്ന ഇത്തരത്തിലുള്ള മിഷണറി പ്രവർത്തകരെയൊക്കെ ഇങ്ങനെ വളരെ രൂക്ഷമായ രീതിയിൽ ആക്രമിക്കുമ്പോൾ അത് കേരളത്തിൽ നടപ്പാകുന്നില്ല. അതിന് ഏറ്റവും വലിയൊരു ബദല് ഇടതുപക്ഷമല്ലേ വെച്ചാൽ? ശ്യാം വളരെ വിദഗ്ധമായ രീതിയിൽ ചോദ്യം എൻ്റെ മുമ്പിലേക്ക് ഇട്ടിരിക്കുന്നതാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടത് വലത് BJP അല്ലെങ്കിൽ വലത് തീവ്ര സഖ്യം ഇതില്ല എനിക്ക്. ഇനി ബ്രിട്ടാസ് MP-യുടെ ഇൻ്റർവെൻഷൻസ് ഒക്കെ വളരെ സുന്ദരമായ ഇൻ്റർവെൻഷൻസ് ആണ്. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇതിന് മുൻപുള്ള പല മേഖലകളിലും എനിക്കറിയാം, മണിപ്പൂർ വിഷയത്തിലൊക്കെ. പക്ഷെ അത് ആരെ ഫേവർ ചെയ്യാനാണ് എന്നുള്ളതിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചില ചോദ്യങ്ങളൊക്കെ മലയാളത്തിലാണ് വളരെ കൃത്യമായിട്ട് MP ചോദിക്കുന്നത്, അല്ലേ? ഹിന്ദിയും ഇംഗ്ലീഷും അത്യാവശ്യം കൈകാര്യം ചെയ്യാവുന്ന ബ്രിട്ടാസ് ഈ മലയാളത്തിലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, ഇത് മലയാളികൾക്ക് വേണ്ടിയാണല്ലോ പറയണേ, അത് രാജ്യത്തിന് വേണ്ടിയാണോ എന്നുള്ള ചെറിയൊരു സംശയം എൻ്റെ മനസ്സിൽ ഉടലെടുക്കാതിരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടുത്തെ BJPയുടെ സമീപനം, ഇവിടെ ക്രൈസ്തവരുടെ രക്ഷയ്ക്ക് ഞങ്ങളാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അത് നിങ്ങളതുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കണം. ഈ മുനമ്പം വിഷയമുണ്ടായി. ഈ മുനമ്പം വിഷയത്തിൽ എത്ര മാസങ്ങളായി ഈ മുനമ്പത്തെ ജനത ഇതുപോലെയുള്ള ഒരു സ്ട്രൈക്കുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഒരു വഖഫ് നിയമത്തിന് വേണ്ടിയിട്ട്, അത് ഭേദഗതിക്ക് വേണ്ടിയിട്ട്. ഈ നേതാക്കന്മാരൊക്കെ വന്നല്ലോ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം അവിടെ വന്നു. അത് വന്നു, ഞങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങൾ ഇത് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ്, ഞങ്ങൾ നേടിയ വിജയമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പേര് പറഞ്ഞ്, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇവരെല്ലാവരും വന്ന് ഞങ്ങളൊക്കെ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി? 22 മുതൽ ആ ജനത അനുഭവിക്കുന്ന ആ തീവ്രവേദന, അവർ പിറന്നു വീണ മണ്ണിൽ, അവർക്ക് അവകാശമായി കിട്ടിയ അവരുടെ ഭൂമിയിൽ, അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ, അവരുടെ ക്രയവിക്രയങ്ങൾ നടക്കാത്ത രീതിയിൽ ആ ഒരു മുനമ്പൻ ജനത ഈ കഷ്ടപ്പാട് സഹിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വന്ന് ഞങ്ങളാണ് നിങ്ങളെ രക്ഷിക്കാനായിട്ടുള്ളത്. അത് ഇടതായാലും വലതായാലും ഇനി അതിൻ്റെ അപ്പുറത്ത് BJP ആയാലും എല്ലാവരും പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഇത് പറയുന്നത് കാഴ്ചയിലും കേൾവിയിലും ഉണ്ട്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമ്മളത് കാണുന്നില്ല. അപ്പം അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്നത് ഇവിടുത്തെ ക്രൈസ്തവരുടെ രക്ഷ, ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കളിൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാർട്ടിയെയും പ്രത്യേകിച്ച് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനോ അവർക്ക് മുഴുവനായിട്ട് ഞങ്ങളുടെ ക്രൈസ്തവരുടെ ഈ പറയുന്ന ഭാഗതയും തീരെഴുതി കൊടുക്കാനോ തയ്യാറല്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കേരളത്തിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് വളരെ കൃത്യമായിട്ട് വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം.
ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കില്ല. ഇടതായാലും വലതായാലും BJP ആയാലും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിച്ചുപോയി, ഈ നമ്മളിരിക്കുന്ന തൃശ്ശൂരിൽ നിന്ന്. സ്വാഭാവികമായും ഒരു ബൾക്ക് ഓഫ് ക്രിസ്ത്യൻ വോട്ട് അങ്ങോട്ട് BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത്ര മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയത്. അല്ലാതെ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മുഴുവൻ ഹിന്ദുക്കൾ എന്താ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല, അങ്ങനെ കരുതാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രാഷ്ട്രീയത്തിലുപരി സുരേഷ് ഗോപി എന്ന ഒരു ഇമേജിനെ, ഒരു ഫിലിം സ്റ്റാറാണ്, ഒത്തിരിയധികം നന്മ ചെയ്യുന്ന മനുഷ്യനാണെന്നൊക്കെയുള്ള ഒരു പൊതുബോധമുണ്ടല്ലോ മലയാളികൾക്കുള്ളിൽ. അദ്ദേഹം അതിനുശേഷം ഞാൻ ഒരു വീഡിയോ ഒക്കെ കാണുകയുണ്ടായി, ഒരു പള്ളിയിൽ മാതാവിന് കിരീടവുമായിട്ട് വരുന്നു. ഇവിടുത്തെ മത മേലധ്യക്ഷന്മാരുമായിട്ട് വളരെ ഊഷ്മളമായ ബന്ധമൊക്കെ പുലർത്തിപ്പോരുന്ന ആളാണ്. പല പല പരിപാടികൾക്കും ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ സന്ദർശിക്കുന്നു, കുരിശ് വരയ്ക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, പാട്ട് പാടുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രണ്ട് സഹോദരിമാര് ഈ 9 ദിവസം മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ട് അവരെ ഏറ്റുവാങ്ങിയിട്ട് ഒരക്ഷരം എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണും? ശ്യാമി പറഞ്ഞതുപോലെ ഈ തൃശ്ശൂർ MP ആയിട്ട് സുരേഷ് ഗോപി വിജയിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ അതിൻ്റെ പുറകിൽ സംഘടിതമായിട്ട് ക്രിസ്തീയ വോട്ടുകൾ ആരെങ്കിലും അത് ആ രീതിയിലേക്ക് എത്തിച്ചു എന്ന് പറയാനായിട്ട് എനിക്ക് അറിയില്ല. 26% വോട്ട് ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ സമൂഹങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ അതിൻ്റേതായുള്ള ഗൗരവത്തിൽ ഉൾക്കൊള്ളാനായിട്ട് ഇടതായാലും വലതായാലും തീവ്ര നിലപാടുകളുള്ളവരായാലും ആരായാലും അവരത് ശ്രമിക്കാതെ ഈ വോട്ടൊക്കെ ഞങ്ങൾക്ക് ഷുവറായിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെയുള്ള വോട്ടാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ മത നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഈ പ്രാവശ്യം തൃശ്ശൂർ ഇദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയും ഞങ്ങളുടെ ഒരു മത നേതാവ് നടത്തിയിട്ടില്ല. ആൻഡ്രൂസ് പിതാവാണല്ലോ അതിരൂപതാധ്യക്ഷൻ, അദ്ദേഹമാണ് ഇപ്പോഴത്തെ CBCI പ്രസിഡന്റ്, അദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ആഹ്വാനം നൽകിയിട്ടില്ല. ഇനി നൽകിയാൽ തന്നെ വിശ്വാസികൾ അത് ചെയ്യൂ? ഒരിക്കലുമില്ല. അത് മനസാക്ഷിക്കനുസരിച്ച് നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാമെന്ന് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും നൽകുന്ന നിർദ്ദേശം. ഞങ്ങൾ ഒരിക്കലും ഒരു പാർട്ടിയെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാറില്ല. തൃശ്ശൂർ അദ്ദേഹം ജയിച്ചു, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രാഭവമായിരിക്കാം. അദ്ദേഹം അതിനിറക്കിയ കുറേ അതിൻ്റെതായുള്ള ഗിമ്മിക്കുകളുണ്ട് അല്ലേ, പല പൂരം കലക്കിയ വിവാദവും മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയോ ആ രീതിയിൽ കുറേ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഞങ്ങളുടെ ഇനി ഇവിടെ ഉണ്ടായൊരു ചെറിയൊരു പ്രശ്നം, അത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി പിതാവ് കർഷകരുടെ ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആര് ഭരിച്ചാലും ആര് നയിച്ചാലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരുടെ വിഷയമാണ്. ഈ കർഷകരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാനായിട്ടും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നവരാരായാലും അവർക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞത് നമ്മളാരെങ്കിലും ഇവരെ ആരെങ്കിലും ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല. അത് ആ ജനതയുടെ ജീവൻ മരണ പോരാട്ടമാണ്. അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, അവകാശത്തിന് വേണ്ടിയിട്ടുള്ള അവർ സ്വരമുയർത്തലാണ്. അത് ഉടനെ തന്നെ വ്യാഖ്യാനിച്ചു. എന്താണ്, ഇവിടുത്തെ പിതാക്കന്മാർ മൊത്തം BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു, അല്ലെങ്കിൽ ആ ഒരു വിജയത്തിൻ്റെ പുറകിൽ ഇവിടുത്തെ ക്രൈസ്തവ നേതാക്കന്മാരാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇടതും വലതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയോ കാലമായി ഇവിടുത്തെ ക്രൈസ്തവ ജനത പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടുത്തെ ഈ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് ഇവർ നടത്തുന്നത്? വോട്ടിൻ്റെ സമയത്ത് വോട്ട് ബാങ്ക് തേടിക്കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളെ. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം നമുക്ക് ഇപ്പോൾ സുരേഷ് ഗോപി ദേവാലയത്തിൽ വരുന്നു, അരമനയിൽ വരുന്നു, പള്ളികളിൽ ചെല്ലുന്നു, ഇവിടേക്ക് പ്രവേശനമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊരു ആതിഥ്യ മര്യാദയുടെ സ്ഥലമല്ലേ കേരളം? അല്ലേ? നമ്മൾ ഭാരതം നമുക്ക് നൽകുന്ന
ആ ഒരു വലിയ ഒരു ലോകാ സമസ്ത സുഖിനോ ഭവന്തു അല്ലെ, ലോകത്തിലെല്ലായിടത്തും എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയുള്ള സന്തോഷ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ഒരു വലിയ ഒരു പരിച്ഛേദം തന്നെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. അപ്പൊ അതിഥി ദേവാഭവോ ആര് വന്നാലും ഇനി അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ വരുമ്പോൾ നേരെ മാധ്യമ പ്രവർത്തകരെ കൂട്ടി വരുന്നു, ഇവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു, ചായ കുടിക്കുന്നത്. അപ്പൊ ഉടനെ തന്നെ അത് വേറൊരു പൊളിറ്റിക്കൽ ഒരു ആംഗിളിലൂടെ അതിനെ അവതരിപ്പിക്കുന്ന മീഡിയ ഉണ്ട്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടോ, ഈ നേതാക്കന്മാരൊക്കെ ചെല്ലുന്നു, അവരവിടെ നിന്ന് കാപ്പി കുടിക്കുന്നു, ഇവരെ സ്വീകരിക്കുന്നു, ഇവർ ചിരിക്കുന്നു. ഞാൻ പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്ന പാർട്ടിയോ ഏതോ ആകട്ടെ, അവരോട് നമ്മൾ കാണിക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട്. അതാര് വന്നാലും, അത് ഏതൊരുവനും നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുന്ന. ഇപ്പോൾ ഒരു കാപ്പി കുടിക്കുന്ന സമയമാണെങ്കിൽ അവർക്ക് വന്ന് കാപ്പി കുടിക്കാം, ഭക്ഷണം കഴിക്കുന്ന നേരമാണ് ഭക്ഷണം കഴിക്കാം. ഇവരുടെ ആരുടെയും ലഡുവും കേക്കൊന്നും കഴിച്ച് ഇവിടെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മിക്കവാറും എല്ലാവർക്കും ഷുഗറാണ്. അപ്പോൾ പിന്നെ ഈ കേക്കും ഈ ലഡുവും ഞങ്ങൾക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരാൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന, ക്രിസ്മസ് ആണ് ഒരു കേക്ക് കൊണ്ടുവന്നാൽ ഓഫ് കോഴ്സ് ഇവരോട് ഞങ്ങൾ സ്വീകരിക്കില്ല, BJP-യുടെ കേക്ക് ഞങ്ങൾക്ക് വേണ്ട, LDF-ന്റെ കേക്ക് വെച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലഡു തന്നോ എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? അപ്പൊ ഇതൊക്കെ ബാലിശമായ കമന്റുകളാണ്. അപ്പൊ അത് കീഴ്ത്തട്ടിലേക്ക് ഇങ്ങനെ മാധ്യമങ്ങൾ വേറെ രീതിയിൽ വളച്ചൊടിച്ച് കൊടുത്തു കഴിയുമ്പോൾ എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ മംഗളം ചാനലിന് എന്തൊക്കെയാണ് രീതിയിൽ നിന്ന് ബൈറ്റ് എടുത്ത് ഇടാൻ പോണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞങ്ങളുടേതായുള്ള പ്രവർത്തന മേഖലകളിലുണ്ട്. രാഷ്ട്രീയവും മതവും കൂട്ടിക്കുഴയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസത്തിനനുസരിച്ച്, ഞങ്ങളുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം. ഞാൻ ഈ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളിൽ പലയിടത്തും പ്രസംഗിക്കേണ്ടി വന്നു, തെരുവുകളിൽ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ തെരുവുകളിലേക്ക് ഇറങ്ങി പ്രസംഗിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിയതാണ്. ഞങ്ങൾക്ക് ആർക്കും ഇതിന് നിർബന്ധമില്ല. ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് ഭാരതത്തിൻ്റെ ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശം ഒരു ഔദാര്യമായിട്ട് തരണ്ട. ഞങ്ങൾക്കുള്ള അവകാശം അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് നിർബന്ധിതമായ മതപരിവർത്തനം ആര് നടത്തിയാലും തെറ്റാ. ഇനി ഞങ്ങളുടെ സേവനങ്ങളിലൂടെ, ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ ആർക്കെങ്കിലും ഞങ്ങൾ പ്രഘോഷിക്കുന്ന യേശുവിനെ അവർ സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസം ഞങ്ങൾ വിശ്വസിക്കുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറുമല്ല. അത് ആരെയും ഭയപ്പെട്ട് കഴിയേണ്ട അവസ്ഥയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞങ്ങൾ മിഷണറിമാരായിട്ടുള്ള വൈദികരും സമർപ്പിതരും ഒക്കെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ചെന്നാലും ഞങ്ങൾ ജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷമുണ്ട്. ആ സുവിശേഷത്തെ പ്രതി ഞങ്ങൾ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ സ്വസ്ഥവും ശാന്തവുമായുള്ളൊരു ജീവിതം ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ദൈവവിളി ക്യാമ്പുകളിൽ ഞങ്ങൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വരുന്നതെന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ ബാല്യകാലമുണ്ട്. ഞങ്ങളൊക്കെ സെമിനാരികളിലൊക്കെ, ഞാൻ അച്ഛനായിട്ട് 36 വർഷമായി. 90 വയസ്സ് വരെ സ്വസ്ഥമായി ശാന്തമായി ജീവിക്കാനും അത് കഴിഞ്ഞ് കട്ടിലിൽ കിടന്ന് മരിക്കാനൊന്നും നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറില്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകാൻ, അതിലൂടെ ക്രിസ്തുവിന് ജീവിക്കാൻ, ആ ഒരു ധീരത, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പം ആ ജീവിതത്തിൻ്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം.